അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. സമസ്ത ഇ ലേണിംഗ് ഇൻഫോ സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി റിസൾട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രധാനമായും SSLC +2 ഉൾപ്പെടെയുള്ള പരീക്ഷകൾ എഴുതി അവരുടെ റിസൾട്ട് എന്താകുമെന്ന പ്രതീക്ഷയിലും അതേസമയം രക്ഷിതാക്കളൊക്കെ വല്ലാത്ത ആശങ്കയിലുമുള്ള ഈ ഒരു സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട്, കരിയറുമായി ബന്ധപ്പെട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രധാനമായും തിരഞ്ഞെടുക്കേണ്ട മേഖലകൾ, അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള സാധ്യതകൾ, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന SK ബഷീർ സാറാണ്. വളരെ സ്നേഹപൂർവ്വം ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. താങ്ക് യു. നമ്മളിന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പരീക്ഷകൾ എഴുതി അവർ റിസൾട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടും അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം. ഈ സമയത്ത് ഏത് കോഴ്സ് എടുക്കണം, ഏത് മേഖലയിലേക്ക് പോകണമെന്ന് കുട്ടികൾ ചിന്തിക്കുകയും അതേസമയം ആശങ്കപ്പെടുകയും ചെയ്യുന്ന സമയം. ഈ ഒരു സമയത്ത് ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് ഒരു കരിയറിനെ തിരഞ്ഞെടുക്കേണ്ടത്? തീർച്ചയായും വളരെ സുപ്രധാനമായ, അതോടൊപ്പം കാലിക പ്രസക്തമായ ഒരു ടോപ്പിക്കുമായാണ് സമസ്തയുടെ ഇ ലേണിങ്ങിലെ ഇന്നത്തെ ഇൻഫോ സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരിയർ ഗൈഡൻസ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികൾ റിസൾട്ട് അറിഞ്ഞ സമയം അല്ലെങ്കിൽ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് രക്ഷിതാക്കളും കുട്ടികളും ആശങ്കപ്പെടുന്നൊരു സമയം തന്നെയാണിത്. ഈ സമയത്ത് നമ്മൾ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് ദിശാബോധം നൽകുക എന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ് കൃത്യമായി കുട്ടികൾക്ക് അവരുടെ ഭാവി നിർണ്ണയിച്ചു കൊടുക്കാനുള്ള ഒരു പ്രോസസ്സാണ്. ഒരിക്കലും ഇന്നത്തെ സാഹചര്യത്തിൽ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ മേഖലയിലെ സപ്പോർട്ടിംഗ് സിസ്റ്റം എന്നതിനപ്പുറത്തേക്ക് ഒരു എസെൻഷ്യൽ പ്രോസസ്സാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ കൃത്യമായ കരിയർ ഗൈഡൻസും കാര്യങ്ങൾക്കും അതിനുമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്തരം സാധ്യതകളും അത്തരം സംവിധാനങ്ങളും എത്രത്തോളം കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നു എന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ലോകത്ത് ഒരുപാട് പുതിയ കരിയേഴ്സ് വരുന്നു. വളരെ ഫാസ്റ്റ് ചേഞ്ചിങ് ആയിരിക്കുന്ന ഒരു സെനാരിയോ ആണെന്നുള്ളത്. നേരത്തെ നമുക്കറിയാം, വിദ്യാർത്ഥികൾക്ക് മുമ്പിലുണ്ടാകുന്ന അവസരങ്ങൾ എന്ന് പറയുമ്പോൾ മിക്കവാറും പഠിക്കുന്ന കുട്ടികൾ അവർ സയൻസൊക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മെഡിക്കൽ, എൻജിനീയറിങ്, അതേപോലെ അല്ലെങ്കിൽ ടീച്ചിങ് പോലുള്ള മേഖല, ഇനി അതുമല്ല അതിനപ്പുറത്തേക്ക് കുറച്ച് ഗവൺമെൻറ് ജോബ്സ്, ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ ഒതുങ്ങുമായിരുന്നു. എന്നാൽ കാലം മാറി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഒരു അതിപ്രസരം, അല്ലെങ്കിൽ തന്നെ ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, അതേപോലെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇത്തരം മേഖലകൾ, അതേപോലെ ഹോസ്പിറ്റാലിറ്റി, ഈ മേഖലകളൊക്കെ എമേർജ് ചെയ്ത് വരുന്നതോട് കൂടിയിട്ട് നൂറുകണക്കിന് പുതിയ മേഖലകൾ വരികയാണ്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻസ് കൂടും. ഇവിടെ സാർ ഇത് പറയുമ്പോൾ തന്നെ ഒരു കുട്ടി കരിയർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനതിലേക്ക് വരുന്നതിന് മുമ്പ് കുട്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ കരിയർ ഗൈഡൻസിൻ്റെ എസെൻഷ്യാലിറ്റി ഒന്നുകൂടെ കൃത്യത വരുത്താം. കാരണം കൺഫ്യൂഷൻസ് കൂടാണ്. അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ ഇൻഫർമേഷൻ ധാരാളമുണ്ട്. ഓക്കെ, കുട്ടികൾക്ക് ഏത് കോഴ്സിനെ കുറിച്ചാണെങ്കിലും ഏത് സ്ഥാപനത്തെക്കുറിച്ചാണെങ്കിലും അവർക്ക് വിരൽത്തുമ്പിൽ കാര്യങ്ങൾ ലഭ്യമാണ്. അവർ സോഷ്യൽ മീഡിയ നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും മറ്റ് പ്ലാറ്റ്ഫോംസിലൊക്കെ ഇൻഫർമേഷൻ അവൈലബിളാണ്. ഇവിടെ കുട്ടികൾക്ക് കുറയുന്നത് ക്ലാരിറ്റി, കൃത്യതയില്ല, അതേപോലെ തന്നെ കറക്റ്റ് ഡയറക്ഷൻസും ഇല്ല. അപ്പോൾ ഇവിടെ കരിയർ ഗൈഡൻസിൻ്റെ എസെൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഇൻഫർമേഷനെ തരംതിരിച്ച് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള മേഖലയിലേക്ക് അവരെ പറഞ്ഞേക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു ഡിറക്ഷൻ കൊടുക്കുക എന്നതാണ് ഗൈഡൻസ്. അവിടെ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത്, കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് കുട്ടികളുടെ അടുത്തേക്ക് കുറേ ഇൻഫർമേഷൻ പാസ് ചെയ്യുക അല്ലെങ്കിൽ കോഴ്സുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് കുട്ടികളെ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ സ്കിൽസ് ആണെങ്കിലും ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും അനലൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ കുട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരെ ഒരു സെൽഫ് അവെയർനെസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനോടൊപ്പം തന്നെ അവർക്ക് യോജ്യമായ അനുയോജ്യമായിരിക്കുന്ന ഏറ്റവും ആപ്റ്റായിരിക്കുന്ന കരിയേഴ്സും അതിനാവശ്യമായ കോഴ്സുകളും പറഞ്ഞു കൊടുത്ത് ഒപ്പം ഒരു കരിയർ റോഡ് മാപ്പ് നിർമ്മിച്ച് നൽകുക. അതാണ് കുട്ടികൾക്ക് എങ്ങനെ ആ കരിയറിലേക്ക് എത്തിപ്പെടാമെന്നുള്ള ഒരു റോഡ് മാപ്പ് നിർമ്മിച്ച് നൽകുക എന്നതാണ് കരിയർ ഗൈഡൻസിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ കൃത്യമായ കരിയർ ഗൈഡൻസ്
നിർബന്ധമായിട്ടും അതൊരു ആവശ്യകത എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം അല്ല, പകരം ഒരു എസെൻഷ്യൽ ഫാക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, പുതിയ സാറ് പറഞ്ഞ പുതിയ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, നമ്മൾ ഈ കുട്ടികൾ ഒരു കോഴ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാരണം കോഴ്സുകൾ പലപ്പോഴും കുട്ടികൾ എടുക്കുന്നത് ഒന്നെങ്കിൽ അവരുടെ സ്വന്തം താല്പര്യം കൊണ്ടാവാം, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടാവാം, അതല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് എടുത്തൊരു കോഴ്സായിരിക്കാം അവർ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഒരു കൃത്യമായ ഒരു കുട്ടി ഒരു കോഴ്സിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമുക്കൊരു കരിയർ പ്ലാനിങ് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു കരിയറിലേക്ക് എത്തിപ്പെടാനുള്ള വഴി മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് മാപ്പ്, ആ വഴി മാത്രമാണ്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകണമെന്നൊരു ധാരണയില്ലാതെ ഏത് ബസ്സിന് പോകണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഡെസ്റ്റിനേഷൻ അറിയാമെങ്കിൽ മാത്രമല്ലേ തീർച്ചയായിട്ടും നമുക്ക് ഏത് ബസ്സിന്, നമ്മളിപ്പോൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, എന്നിട്ട് ഞാൻ ഏത് ബസ്സിന് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദ്യം ഇങ്ങോട്ടായിരിക്കും, സാറിന് എങ്ങോട്ടാണ് പോകേണ്ടത്. അത് തന്നെയാണ് കരിയറിൻ്റെ കാര്യത്തിലും. നമ്മൾ എന്താവാൻ ആഗ്രഹിക്കുന്നു എന്ന് ആദ്യം തിരിച്ചറിയുക, എന്നിട്ട് അതിലേക്ക് ആവശ്യമായിരിക്കുന്ന കോഴ്സിലൂടെ സഞ്ചരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ഒരിക്കൽ കൂടെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു വാക്ക് റിവേഴ്സ് കരിയർ പ്ലാനിംഗ് എന്നൊക്കെ പറയാം. എൻ്റെ ഡെസ്റ്റിനി ഇതാണ്, ഞാൻ ഇന്ന ഭാഗത്തേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന പാതയിലൂടെ ഇന്ന രീതിയിൽ സഞ്ചരിക്കണം. സ്വാഭാവികമായിട്ടും ആ സഞ്ചരിക്കുന്ന മെത്തേഡ് ചിലപ്പം വ്യത്യസ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ചില ആൾക്കാർ ബസ്സിന് പോകാം, റോഡ് മാർഗം പോകാം, ട്രെയിൻ പോകാം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഒരു പക്ഷേ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങൾ ഉണ്ടാക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാം, വിദേശത്ത് പോയിട്ട് പഠിക്കാം, ഇനി അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് പഠിക്കാം, തൊട്ടടുത്ത് പഠിക്കാം, അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. പക്ഷേ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആദ്യം ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള വഴികൾ ഒരുപാടുണ്ടാകും. അവിടെയാണ് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണം കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ. കോഴ്സ് ചൂസ് ചെയ്യുന്ന അതിനപ്പുറത്തേക്ക് കരിയർ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നായിരിക്കും കുറച്ചുകൂടെ പറയുന്നത് നന്നാകുക. ഓക്കെ, അതായത് അവരുടെ കരിയർ ഏതാണെന്ന് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കണം തീർച്ചയായിട്ടും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും ആ കരിയർ പ്ലാനിങ്ങുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ പരിഗണിക്കേണ്ടി വരിക. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ രക്ഷിതാക്കളുടെ സമ്മർദ്ദം കൊണ്ടോ മറ്റോ കുട്ടികളൊക്കെ ചില കോഴ്സുകൾ എടുക്കാറുണ്ട്. ഒന്നെങ്കിൽ പിന്നെ വീടിനടുത്തുള്ള സ്ഥാപനത്തിൽ, അതല്ലെങ്കിൽ യാത്രാ സൗകര്യം എളുപ്പമുള്ള സ്ഥാപനങ്ങളിൽ, അങ്ങനെയൊക്കെ പലപ്പോഴും കുട്ടികൾ കോഴ്സുകളിലേക്ക് പോവാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികൾ എങ്ങനെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്? അവിടെയാണ് നമ്മൾ കുട്ടിയുടെ ആ കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്തുള്ള ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. ഞാൻ ആദ്യം ആ ഒരു രക്ഷിതാക്കളുടെ സമ്മർദ്ദത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നതിനെക്കുറിച്ചൊന്ന് പറയാം. നമുക്കറിയാം, പലപ്പോഴും കുട്ടികൾ, നമ്മൾ തെറ്റായൊരു ധാരണയാണ് കുട്ടികളുടെ മാർക്കിനനുസരിച്ചാണ് അവർ കോഴ്സ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മുടെ നാട്ടിലാരോ പറഞ്ഞു വെച്ചതായിരിക്കാം, ഫുൾ A+ കിട്ടിയാൽ സയൻസിനേ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സയൻസ് എടുത്തിരിക്കണം. ഒരു ഫുൾ A+ കിട്ടിയ കുട്ടി സയൻസ് എടുത്തില്ലെങ്കിൽ ചോദിക്കും, സയൻസ് കിട്ടിയില്ലേ, സയൻസ് എടുത്തില്ലേ എന്ന രൂപത്തിൽ. അപ്പോൾ കുട്ടിക്ക് തീർച്ചയായിട്ടും ഇഷ്ടമുണ്ടാകുക ഒരു പക്ഷേ ഏതായിരിക്കാം, കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ മറ്റു മേഖലകളും ആയിരിക്കാം. ഞാനിപ്പം കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് എന്ന് പറഞ്ഞിട്ട് +2 പരിമിതപ്പെടുത്തുകയല്ല, പകരം അങ്ങനെയുള്ള മേഖലകളായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത്, കുട്ടി ആദ്യം നമ്മൾ അനാലിസിസ് നടത്തി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത്, എന്നിട്ട് കുട്ടികളുടെ ഏതൊക്കെ കാര്യങ്ങൾ, പ്രധാനമായിട്ടും കുട്ടിയുടെ ഇൻട്രസ്റ്റ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. കുട്ടിയുടെ ഇൻട്രസ്റ്റ്, ഞാൻ ഇൻട്രസ്റ്റ് എന്നതിന് ഒന്നുകൂടെ മാറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ് പാഷൻ. ഓക്കെ, ആ പാഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കരിയറിൽ ശോഭിക്കാൻ വേണ്ടി പറ്റും, അല്ലേ? പാഷനേറ്റ് ആ ഒരു ഫീൽഡിലാണ് നമ്മൾ എത്തിപ്പെടുന്നതെങ്കിൽ അവിടെ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. തിരിച്ച് ഇൻട്രസ്റ്റ് ഇല്ലാത്ത, പാഷൻ ഇല്ലാത്തൊരു മേഖലയിൽ ആരുടെയോ സമ്മർദ്ദത്തിന് വേണ്ടിയിട്ട് അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ജീവിതകാലം മുഴുവൻ ആ ഫ്രസ്ട്രേഷൻസ് അവർക്കുണ്ടാവും. അതായത് പഠിക്കുന്ന സമയത്ത് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചും പഠിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമാണ് അതൊരു നല്ല കരിയറായി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുക, കരിയറിലേക്ക് എത്താം. ഈ ഇൻട്രസ്റ്റിനൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാഷൻ്റെ ഒപ്പം തന്നെ കൂടുതൽ നമ്മൾ പറയേണ്ടത്, എല്ലാ കുട്ടികൾക്കും ഒരേ കഴിവല്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാക്ക് ആപ്റ്റിറ്റ്യൂഡ്, കുട്ടികളുടെ അഭിരുചി. ആക്ച്വലി എല്ലാ കുട്ടികൾക്കും ഒരു ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ഇൻഹറൻറ്റ് പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആപ്റ്റിറ്റ്യൂഡ്. അത് തിരിച്ചറിയാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല. അത് കഴിയാതിരിക്കുമ്പോൾ അതിനാവശ്യമായിരിക്കുന്ന സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ വേണ്ടി വരും. നമുക്കതിലേക്ക് വരാം. അതിന് കൂടെ തന്നെ കുട്ടികളുടെ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സ്കിൽസൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു കൃത്യമായിട്ടൊരു കുട്ടിയെ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടിയെ വീക്ഷിക്കുന്ന ഒരു രക്ഷിതാവിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ കുട്ടി ഏതൊക്കെ മേഖലയിലാണ് നന്നായി പെർഫോം ചെയ്യുന്നത്. അതറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രക്ഷിതാവിന് ആ ഒരു മേഖല ചൂസ് ചെയ്ത് കൊടുക്കാം. രക്ഷിതാക്കൾ നിർബന്ധമായും ഈ കുട്ടിയുടെ സ്കില്ലിനെ കുറിച്ച് പൂർണ്ണമായും ബോധ്യമുള്ള ആളുകളായിരിക്കണം.
അവർ കൃത്യമായി കുട്ടിയെ കുറിച്ച് പഠിച്ച് ആ കുട്ടിയുടെ കഴിവ് എന്താണെന്ന് ഒരു ഉറച്ച ബോധ്യം അവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ നല്ലൊരു കരിയർ അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും അല്ലേ? ഉറപ്പായിട്ടും പറ്റും. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിന്, നേരത്തെ കണ്ടുവരുന്ന ടീച്ചേഴ്സിന് കുട്ടികളുടെ പാടാൻ കഴിവുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ വരക്കാൻ കഴിവുള്ള കുട്ടിയാണ്, ഇനി അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു, ടീച്ചേഴ്സിനും അതേപോലെ തന്നെ ഒക്കെ നല്ല റോളുണ്ട് ഇതിൽ, ഈ കരിയർ ബിൽഡ് ചെയ്യുന്നത്. SSLC +2 കഴിഞ്ഞ കുട്ടികളൊക്കെ പലപ്പോഴും പല കോഴ്സുകൾ എടുത്തിട്ട് അവർ അബദ്ധത്തിൽ പോയി പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളിലെ തെറ്റായ തീരുമാനങ്ങളെക്കുറിച്ച് സാറ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. വളരെ ഒരു ലൈവ്ലി ആയി കഴിഞ്ഞ വർഷം എനിക്ക് അനുഭവപ്പെട്ടൊരു എക്സാമ്പിളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പായിട്ട് ഈ കരിയറിൻ്റെ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് പറഞ്ഞില്ലേ, ഞാൻ പാഷൻ നോക്കണമെന്ന് പറഞ്ഞു, ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി പറഞ്ഞു, കരിയർ പേഴ്സണാലിറ്റി എന്നതുണ്ട്. കരിയർ പേഴ്സണാലിറ്റി എന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി കഴിയണം. ചില ആൾക്കാർ ഇൻട്രോവേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, വളരെ ഡൈനാമിക് ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വീട്ടിലൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് തൽക്കാലം ഒന്ന് ഉൾവലിഞ്ഞ് സ്വന്തം മുറിയിലേക്ക് പോയിരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. എന്നാൽ അങ്ങനെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ അപ്പം തന്നെ അവരെ സ്വീകരിച്ച് അവരുടെ കൂടെ ഇടപെട്ട് അവരോട് സംസാരിച്ച്, ഇത് രണ്ട് പേഴ്സണാലിറ്റിയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട, രണ്ടുപേർക്കും പറ്റിയ കരിയേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ ചാടിക്കേറി ആൾക്കാരുമായിട്ട് സംവദിക്കുന്ന കുട്ടിക്ക് പറ്റിയ കരിയറല്ല നേരത്തെ മുറി അടച്ചിരുന്ന ആൾക്ക് ഉള്ളത്. ഒരു റിസർച്ച് മേഖല അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇരുന്ന് ജോലി ചെയ്യേണ്ട ചില മേഖലകളൊക്കെ ഉണ്ട്. അത്തരം സ്ഥലങ്ങൾ ഈ ഇൻട്രോവേർട്ടിന് പറ്റിയതാണ്. പക്ഷേ അതേസമയം അഡ്വക്കേറ്റ് ആകുക, ടീച്ചിങ് മേഖല, ട്രെയിനിങ് മേഖല, അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ആൾക്ക് പറ്റിയതാണ്. അപ്പം കരിയർ പേഴ്സണാലിറ്റി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പാഷൻ പ്രധാനമാണ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് എബിലിറ്റി പ്രധാനമാണ്, അതോടൊപ്പം തന്നെ ഈ കരിയർ പേഴ്സണാലിറ്റി പ്രധാനമാണ്, ഒപ്പം ഫാമിലിയുടെ സപ്പോർട്ട്, ഇതൊക്കെ ചേരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഒന്നുകൂടെ ആ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഹയർ സ്റ്റഡീസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ബാലൻസ്ഡ് കോമ്പിനേഷൻ, ഞാൻ ആ വാക്ക് പ്രധാനമാണ്, ബാലൻസ്ഡ് കോമ്പിനേഷൻ, കുട്ടിയുടെ എബിലിറ്റി, കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ്, പാഷൻ, കരിയർ പേഴ്സണാലിറ്റി പോലുള്ള കാര്യങ്ങളുടെ ഒരു ബാലൻസ്ഡ് കോമ്പിനേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും നല്ല കരിയറിലേക്ക് എത്താൻ പറ്റും. അവിടെ ഞാൻ പ്രധാനം ആ ബാലൻസ്ഡ് കോമ്പിനേഷൻ പറയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒന്ന് താഴ്ന്നു കഴിഞ്ഞാലും മറ്റത് ഓക്കെ ആയിരിക്കും. അതായത് എബിലിറ്റി അല്പം കുറവുള്ള, ഗ്രേഡ് അല്പം കുറവുള്ളൊരു കുട്ടിയാണെങ്കിലും അവൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട്, അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് അതിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ആ ഒരു കോമ്പിനേഷനിലേക്ക് വരും. ഞാൻ നേരത്തെ സാറ് ചോദിച്ച ഒരു കാര്യത്തിലേക്ക് വരാം. എങ്ങനെ ഇത്തരത്തിൽ റോങ് ഡിസിഷൻസ് എടുത്തത് കൊണ്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാനൊരു സോളജി അധ്യാപകനാണ്. സാർ നേരത്തെ വിദ്യാഭ്യാസ മേഖല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഹയർ സെക്കൻഡറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അക്കാഡമിക്സിൻ്റെ ഭാഗമായിട്ട് പുറത്ത് പ്രാക്ടിക്കൽസ് ചെയ്യിക്കാൻ വേണ്ടി പ്രാക്ടിക്കൽ എക്സാമിനറായിട്ട് പോകേണ്ടി വരും. കഴിഞ്ഞ വർഷം, ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഒരു 2-3 months ബാക്ക് ഞാനൊരു പ്രാക്ടിക്കൽ എക്സാമിന്, ഞാൻ സ്ഥലം പറയില്ല, വർക്ക് ചെയ്യുന്ന ജില്ല പോലും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ സ്കൂളിനടുത്തുള്ള സ്ഥാപനത്തിലേക്ക് പോയി പ്രാക്ടിക്കൽ നടത്തുക. 20 പേരടങ്ങുന്ന ബാച്ചാണ് പ്രാക്ടിക്കൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മുമ്പിലേക്ക് വരിക. 20 കുട്ടികളുടെ ഒരു ആൺകുട്ടി ഒന്നും എഴുതുന്നില്ല. സോളജി പ്രാക്ടിക്കൽസിനെ കുറിച്ച് സാറിന് ധാരണ ഉണ്ടാകും, എന്നാലും പറയാം. ഒരു ആവറേജ് നിലവാരമുള്ളൊരു കുട്ടിക്ക് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയല്ല എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ പോലും ഒരു 18-19 മാർക്കൊക്കെ 20 വാങ്ങാൻ പറ്റും. 20 ടോട്ടൽ സ്കോർ. പക്ഷേ ഈ കുട്ടി ഒന്നും എഴുതുന്നില്ല. അവിടെ പല കാര്യങ്ങളുണ്ട്. പ്രാക്ടിക്കൽ എക്സാമിനേഷനാണ്, സ്പോട്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതേണ്ടതുണ്ട്. പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് എൻ്റെ ഞാനാണ് എക്സ്റ്റേണൽ എക്സാമിനർ മുമ്പിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഈ കുട്ടി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ വന്ന സമയത്ത് ഞാനവിടെ ഇൻറ്റേർണൽ എക്സാമിനറായിട്ടുള്ള ടീച്ചറുണ്ട്. ടീച്ചറോട് ചോദിച്ചു, എന്താ പ്രശ്നം ഈ കുട്ടിയുടെ? അപ്പോൾ ടീച്ചർ പറയാണ്, നല്ല മാർക്കോടെ 10ാം ക്ലാസ് പാസ്സായി. ഹയർ സെക്കൻഡറിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നല്ല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയാണ്. ഫാമിലിയിൽ മൂത്ത ആരോ ഡോക്ടറും മറ്റും ഉണ്ട്, ഒരു എൻജിനീയറും ഉണ്ട്. രക്ഷിതാക്കൾക്കൊരു നിർബന്ധം, ഈ ഫുൾ A+ കാരനെയും ഒരു ഡോക്ടറോ എൻജിനീയറോ ആക്കണം, അറ്റ്ലീസ്റ്റ് ഒരു പാരാമെഡിക്കൽ ഫീൽഡ്, ഒരു സപ്പോർട്ടിങ് മെഡിക്കൽ സ്റ്റാഫെങ്കിലും ആക്കണമെന്ന രൂപത്തിൽ ബയോളജി സയൻസ് തന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൊണ്ടുവന്ന് ചേർക്കുന്ന സമയത്ത് തന്നെ കുട്ടി പറയുന്നുണ്ട്, എൻ്റെ മേഖല എനിക്ക് ബിസിനസ്സിനോടൊക്കെയാണ് താല്പര്യം, എനിക്ക് കൊമേഴ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാം. ഏതായാലും രക്ഷിതാക്കൾ വാശി എന്ന് പറയാം, പിടിവാശി എന്ന് പറയാം, ആ പിടിവാശിയുടെ ഭാഗമായിട്ട് കുട്ടിയെ സയൻസിന് ചേർക്കുന്നു. ചേർത്തത് മുതൽ വീട്ടുകാരും സ്കൂൾ അധികൃതരും ഇവൻ്റെ കൂട്ടുകാരും എല്ലാവരും ഇവനെ സഹിക്കാൻ
ഇവൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ഞാൻ കേട്ട് കഴിഞ്ഞ സമയത്ത് അത്ഭുതം തോന്നിപ്പോയി. അവസാനം ഞാൻ +2 ഏതായാലും സയൻസ് പാസ്സാകില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തു. ആലോചിച്ച് നോക്കണേ, ദുരവസ്ഥ ആലോചിച്ച് നോക്ക്. ഈ കുട്ടി അങ്ങ് തീരുമാനിച്ചു, ഞാനിരിച്ച് പാസ്സാകാൻ പോകുന്നില്ല, പാസ്സാകില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടെ ഇവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. തീർന്നില്ല, ഞാനിതിൻ്റെ ഈ എക്സാമെല്ലാം തീർന്ന് അവസാനിപ്പിച്ച് വരുന്ന സമയത്ത് പ്രിൻസിപ്പളോട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രിൻസിപ്പളും ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറയാണ്, മാഷറിയോ, സാർ അറിയോ, ഒരു ദിവസം വർക്കിംഗ് ടൈമിൽ ഈ പയ്യൻ വന്നിട്ട് ബെല്ലടിച്ചു. സ്കൂൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിക്രമിച്ച് കടന്നുകൊണ്ട് ഓഫീസിലേക്ക് വന്നിട്ട് ബെല്ലടിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ് പോലും, എന്നെ ഒന്ന് ടി സി തന്നു വിടുമോ. ആലോചിച്ച് നോക്ക്. അതെ അതെ. ഈ റോങ് ഡിസിഷൻസ്, അതേപോലെ തന്നെ പാരൻസ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും കാരണം കൊണ്ടല്ലേ കുട്ടിയുടെ ഭാവി നഷ്ടമാകുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് അങ്ങനെ വരും. രക്ഷിതാക്കളുടെ സമ്മർദ്ദം കൊണ്ടോ അതല്ലെങ്കിൽ കുട്ടികളെടുക്കുന്ന തെറ്റായ തീരുമാനം കാരണം നല്ല കഴിവുള്ള കുട്ടികൾ അവർ ഭാവിയിൽ ഒന്നുമാവാൻ കഴിയാതെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. അതൊക്കെ ഒരു നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഇനിയെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം കുട്ടികളെടുക്കുന്ന തീരുമാനങ്ങൾ അത് കൃത്യമായിരിക്കണം, വളരെ കറക്റ്റായിരിക്കണം എന്നതാണ്. ഇത് പറയുമ്പോൾ സാർ, നമ്മളിപ്പോൾ പുതിയൊരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ കുട്ടികളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും അത്തരം കോഴ്സുകളെയൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും കുട്ടികളൊക്കെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ AI ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത്തരം മേഖലകളിലുള്ള ജോലി സാധ്യതകൾ, കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സാറിന് പറയാനുള്ളത്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ കൂടെ വരുത്താം. പാരൻറ്റും അതേപോലെ കുട്ടിയും തമ്മിൽ വളരെ ഓപ്പൺ ഡിസ്കഷൻ നടത്തിയിട്ട് രണ്ടും മാച്ചാകുന്ന തരത്തിലേക്ക് വരിക. കുട്ടി എനിക്കുന്ന മേഖലയാണ് താല്പര്യമെന്ന് പറഞ്ഞ് പോകുമ്പോൾ കൃത്യമായിട്ട് കുട്ടി എന്തുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്യുന്നു, അതിന്നതാണ്, അതിലേക്കുള്ള വഴിയെന്നൊക്കെ രക്ഷിതാവിനെ ബോധ്യപ്പെടുത്താം. രക്ഷിതാവും ട്രെൻഡ് ഫോളോ ചെയ്യാതെ അല്ലെങ്കിൽ മറ്റൊരു കുട്ടി പോകുന്നതിൻ്റെ പിന്നാലെ എൻ്റെ കുട്ടിയെ പറഞ്ഞേക്കണമെന്ന് വാശി പിടിക്കാതെ ആ രീതിയിൽ പോകുക എന്നുള്ളതാണ് എനിക്ക് നേരത്തെ പറഞ്ഞതുമായിട്ട് സമ്മപ്പ് ചെയ്യാനുള്ളത്. സാറ് ചോദിച്ച പുതിയ ചോദ്യത്തിലേക്ക് വരാം. AI-യുടെ കാലം. AI-യെക്കുറിച്ച് പറയുമ്പോൾ പലരും ആശങ്കയോടെ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം AI ഒരിക്കലും ഹ്യൂമൻ എബിലിറ്റിയെ അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ നേച്ചറിനെ റീപ്ലേസ് ചെയ്യൊന്നുമില്ല, അതിന് കഴിയൊന്നുമില്ല. കാരണം മനുഷ്യൻ്റെതായിരിക്കുന്ന കുറേ പ്രത്യേകതകളുണ്ട്, അവിടെ കിടക്കുകയാണ്. പക്ഷേ സ്റ്റിൽ കരിയർ ട്രെൻഡുകളും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. കാരണം ഭയങ്കര ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില മേഖലകൾ തീരെ ഇല്ലാതാകുന്നു, ചിലത് പൂർണ്ണമായിട്ടും മാറുന്നു. അതേപോലെ തന്നെ ഒരുപക്ഷെ ഈ AI വരുന്നതോട് കൂടിയിട്ട് 5 പേർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരു വ്യക്തിയും കൂടെ AI സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തൊഴിൽ മേഖലകളും ഇല്ലാതാവുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഞാൻ പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, AI ക്യാൻ റീപ്ലേസ് യു. AI നിങ്ങളെ റീപ്ലേസ് ചെയ്ത് കളയുമെന്ന് ചോദിക്കും. ഞാൻ പറയും ഒരിക്കലും നോ. പക്ഷേ തിരിച്ചൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എ പേഴ്സൺ വിത്ത് സ്ട്രോങ് AI നോളജ് ഹി ക്യാൻ റീപ്ലേസ് യു. കാര്യം ക്ലിയർ ആയോ? അതായത് AI നമ്മളെ റീപ്ലേസ് ചെയ്യുന്നില്ല, പക്ഷേ AI-യുടെ നല്ല കഴിവ് അല്ലെങ്കിൽ AI നന്നായിട്ട് മികവ് പുലർത്തുന്ന ഒരാളും ആ ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ ചിലപ്പോൾ സാധാരണ ഒരാൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്തേക്കാം. അവിടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന അഡാപ്റ്റബിലിറ്റിയാണ്. ഈ ചേഞ്ചിനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന കാലത്ത് തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തന്നെ ഒരുപാട് മേഖലകൾ വരും. അതേപോലെ ഡാറ്റ സയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, മെഷീൻ ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇങ്ങനെ ഈ AI-യുടെ കാലത്ത് നമ്മൾ കരിയേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകൾ പ്രധാനമായിട്ടും ബാക്കിയാകുന്നു എന്നോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നോ ചോദിക്കുന്ന സമയത്ത് ഹെൽത്ത് കെയർ ആൻഡ് ഓൾസോ ബയോ സയൻസ് ഫീൽഡ്, അവിടെയൊക്കെ AI-ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ഹെൽത്ത് കെയർ സെക്ടേഴ്സിന് ഒരിക്കലും അസ്തമിക്കുന്നില്ല. AI-യുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് എമേർജ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് മേഖലകൾ, അവിടെയൊക്കെ നമുക്ക് AI-യുടെ സാന്നിധ്യം കാണാൻ വേണ്ടി കഴിയും. AI ടീച്ചേഴ്സൊക്കെ ഉണ്ടാകാം, ബട്ട് സ്റ്റിൽ ഒരു എംപത്തറ്റിക്കായി പെരുമാറുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ വാല്യൂസ് പഠിപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേറ്ററുടെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള മേഖലകളുണ്ട്. അതുപോലെ ഹോസ്പിറ്റാലിറ്റി മേഖലകൾ, ഇത്തരം മേഖലകളൊക്കെ അവിടെ നിൽക്കും.
ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരിക്കലും AI റീപ്ലേസ് ചെയ്യും മറ്റുള്ളവരെ ഹ്യൂമൻ എബിലിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ സാന്നിധ്യത്തെ റീപ്ലേസ് ചെയ്യുന്നില്ല. പകരം ഈ ചേഞ്ചസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് AI അഡാപ്റ്റ് ചെയ്തുകൊണ്ടുള്ള കരിയേഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. തീർച്ചയായും AI വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു മേഖലയാണ്. അതിൻ്റെ സാധ്യതകളും കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുട്ടികൾ തന്നെ ആഴത്തിലിറങ്ങി മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണ്. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ പലപ്പോഴും റാങ്കുകൾ കുറഞ്ഞ വിദ്യാർത്ഥികൾ, മാർക്ക് കുറഞ്ഞ കുട്ടികൾ, ശരിക്കും അവർക്കൊക്കെ സമൂഹത്തിൽ ഒരു കൃത്യമായൊരു ഇടത്തിൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു മേഖലയിൽ അവർക്കൊക്കെ എത്തിപ്പെടേണ്ടതുണ്ട് തീർച്ചയായും. ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾ, അതുപോലെ റാങ്ക് കുറഞ്ഞ കുട്ടികൾക്കൊക്കെ അവർക്ക് ഒരു കരിയറിൽ എത്തിപ്പെടാൻ അവരെന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലൂടെയാണ് അവർ സഞ്ചരിക്കേണ്ടത്? സമൂഹത്തിലൊരു തെറ്റായ ധാരണയുണ്ട്. മാർക്ക് നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കരിയറിൽ ശോഭിക്കാൻ പറ്റുള്ളൂ. വളരെ തെറ്റായൊരു ധാരണയാണ് ഉറപ്പായിട്ടും. അത് നമുക്കൊരു ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഒരുപാട് വിജയിച്ച ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്തും വലിയ പരാജയങ്ങൾ, അവരുടെ ഡ്രോപ്പ് ഔട്ട്സ് ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് അവരുടെ കരിയേഴ്സിൽ ശോഭിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ പിന്നെ മാർക്ക് ഉണ്ടായാൽ മാത്രമേ നല്ല കരിയർ കിട്ടൂ എന്നുള്ള ആ ധാരണ ആദ്യം മാറ്റുക എന്നാണ് എനിക്ക് പറയാനുള്ളത്, കുട്ടികളോട് പറയാനുള്ളത്. പിന്നെ ഇനി എത്ര മാർക്ക് കുറഞ്ഞ കുട്ടിയാണെങ്കിലും അവർക്കൊരു സ്ട്രെങ്ത് ഉണ്ടാകും. ആ സ്ട്രെങ്ത് ആദ്യം തിരിച്ചറിയുകയാണെങ്കിൽ ആ സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ ഒരു സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് പോകാൻ കഴിയുന്ന മേഖലകൾ തിരഞ്ഞെടുക്കലായിരിക്കും ഏറ്റവും നന്നല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കിപ്പോൾ പുതിയ മേഖല, പുതിയ ലോകത്ത് നമുക്ക് വ്യത്യസ്തമായിരിക്കുന്ന പല കരിയേഴ്സും, ഫോർ എക്സാമ്പിൾ മൾട്ടിമീഡിയ, വീഡിയോ മേക്കിംഗ്, കോണ്ടൻറ്റ് ക്രിയേഷൻസ്, വീഡിയോഗ്രാഫി, ദെൻ IT ആൻഡ് നെറ്റ്വർക്കിംഗ്, ഇതൊന്നും ഒരുപാട് പഠിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു പ്രത്യേക സ്കിൽ അവർക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അവർക്ക് ശോഭിക്കാൻ വേണ്ടി പറ്റും. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ തന്നെ ചില പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ +2 ഒക്കെ ജസ്റ്റ് കഴിയുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഹെൽത്ത് കെയർ സെക്ടേഴ്സ്. ദെൻ പിന്നെ നമുക്ക് ഈ പറഞ്ഞ UI UX ഒക്കെ ആയി, ഡിസൈനിങ് ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളൊക്കെ സിമ്പിളായിട്ട് കൊടുക്കുന്ന ഷോർട്ട് ടേം കോഴ്സുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളും അത് പഠിച്ചെടുക്കാനുള്ള മേഖലകളും ഉണ്ട്. ഇനി അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വീണ്ടും നമ്മൾ ഓൺട്രപ്രണർഷിപ്പ്, പല കുട്ടികളും നല്ല സംരംഭകരായി മാറാറുണ്ട്. അങ്ങനെയുള്ള മേഖലകളൊക്കെ എത്ര പിന്നെ ഈ പറഞ്ഞ മാർക്ക് കുറഞ്ഞത് ഒരു മാനദണ്ഡമേ അല്ല, അവർക്ക് ശോഭിക്കാൻ കഴിയുന്ന മേഖലകൾ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു കഴിവുള്ള മേഖലയുണ്ട്. ആ കഴിവ് ഏതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് പറ്റിയ തരത്തിലുള്ള കോഴ്സുകൾ ചൂസ് ചെയ്തുകൊണ്ട് അവർക്ക് കരിയർ സെറ്റാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് വിദേശ പഠനത്തിൻ്റെ സാധ്യതകളും അതുപോലെ യൂറോപ്പിലേക്കൊക്കെ പോയി കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾ പോലും ഡിഗ്രിയൊക്കെ യൂറോപ്പിൽ പോയി ഡിഗ്രി ചെയ്യുന്നു, പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു. അത്തരത്തിലുള്ള വിദേശ പഠനത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ആദ്യമേ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം വിദേശ പഠനം അനിവാര്യമാണോ എന്നതാണ്. അതും നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡിന് പിന്നാലെ പോകുന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും വിദേശ പഠനത്തിന് ഒരുപാട് പോസിറ്റീവ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എസ്പെഷ്യലി അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഒക്കെ അത് പ്രധാനമായിട്ട് വരാം. ഇനി അതേപോലെ തന്നെ ഒരു പക്ഷേ ഇവിടെ ലഭിക്കുന്നതിനേക്കാൾ നല്ല തരത്തിലുള്ള കോഴ്സുകളും നല്ല സാധ്യതകളും നല്ല ഫെസിലിറ്റീസും, ഇനി അതേപോലെ വലിയ ബന്ധങ്ങൾ, നെറ്റ്വർക്കിങ്സ്, ഇനി അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഏൺ വൈൽ ലേൺ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് സമ്പാദിക്കാൻ കഴിയുന്ന അതിൻ്റെയൊക്കെ റിയാലിറ്റീസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഒരു അട്രാക്ഷൻസ് ആയിട്ട് കിടക്കുന്നത്. പക്ഷെ അപ്പോഴും കുറേ ചോദ്യങ്ങൾ ബാക്കിയാണ്. വിച്ച് കൺട്രി, വിച്ച് കോഴ്സ്, വിച്ച് യൂണിവേഴ്സിറ്റി, കുറേ ചോദ്യങ്ങൾ ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ധാരണയോടുകൂടി മാത്രമേ മൈഗ്രേറ്റ് ചെയ്യാൻ വിദേശത്ത് പോകേണ്ടതുള്ളൂ എന്നാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇനി അവിടെ പോകുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ട് പോകുന്നു, ഞാൻ ആ ചോദ്യം ആവർത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്? ഇവിടെ സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ കോഴ്സുകൾ കിട്ടാത്തത് കൊണ്ടാണോ? ഇനി മറ്റൊരു തരത്തിൽ ഈ കോഴ്സ്, അവരുടെ വിദേശത്തുള്ള കോഴ്സുകൾ കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്ലാൻ എന്താണ്? അത് പ്രധാനമാണ്. വിദേശത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ചില ആൾക്കാർ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ തിരിച്ചു വന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകാം. അപ്പം അങ്ങനെ വിദേശ പഠനം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം, ഇതൊക്കെ ഈ വൈ എന്ന ആൻസറിന് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷമാണ് പോകേണ്ടത് ആദ്യമായിട്ട്. ഇനി ആ പോകുന്ന രാജ്യവും അവർ ചൂസ് ചെയ്യുന്ന കോഴ്സും ആ യൂണിവേഴ്സിറ്റിയൊക്കെ
വളരെ നല്ല റെപ്യൂട്ടഡ് ആണോ, ഇനി അല്ലെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആകുന്നുണ്ടോ, ഇനി അതേപോലെ തന്നെ ഇത്തരം യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി വേണം ചെയ്യേണ്ടത്. ഇനി ഫോർ എക്സാമ്പിൾ മെഡിക്കൽ പഠനത്തിന് ഒരുപാട് പേര് പുറത്ത് പോകുന്നുണ്ട്. ഒരു ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഒന്നുകിൽ അവിടെ തന്നെയോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ അവർക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നിട്ട് അവർ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റും എക്സാംസും ഉണ്ട്. പല കുട്ടികളും ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദേശങ്ങളിലെ ഇത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങൾക്ക്, എല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ യൂണിവേഴ്സിറ്റിയും അടിച്ചാക്ഷേപിക്കാൻ നമുക്ക് കഴിയില്ല. ചില ഏജൻസികളുടെയൊക്കെ വലയിൽപ്പെട്ടുകൊണ്ട് ഒരു പക്ഷേ നമുക്കിവിടെ ലഭിക്കുന്ന കോഴ്സുകളേക്കാൾ നിലവാരം കുറഞ്ഞതും ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളേക്കാൾ റാങ്കിങ്ങിൽ താഴേക്ക് പോകുന്നതായിരിക്കുന്ന ചില യൂണിവേഴ്സിറ്റികളും മറ്റൊക്കെയാണ് ലഭിക്കുന്നുണ്ടാകുക. അത് അത്തരം ഏജൻസികളിൽ നിന്നും വലയിൽപ്പെടാതെയാണ് വിദേശത്തേക്ക് പോകേണ്ടത്. കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വൈ ഫാക്ടർ ചെക്ക് ചെയ്തുകൊണ്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് കൃത്യമായിട്ട് അവിടെയുള്ള അലംനിയൊക്കെ മീറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവിടെയുള്ള പഠിക്കുന്ന കുട്ടികളും അവർ സെറ്റിലായതും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അവിടെയുള്ള കൾച്ചർ മനസ്സിലാക്കിക്കൊണ്ട്, ക്ലൈമറ്റ് മനസ്സിലാക്കിക്കൊണ്ട്, എത്ര കുട്ടികൾ പലയിടങ്ങളിലും പോയിട്ട് അവർക്ക് തിരിച്ചു വരേണ്ടി വരുന്ന അവസ്ഥ, ലക്ഷങ്ങൾ ആദ്യം ചിലവഴിച്ചിട്ടുണ്ടാകും, തിരിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പം കൾച്ചർ, ക്ലൈമറ്റ് അവർക്ക് അവിടെ അഡാപ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ വിദേശ പഠനം ചൂസ് ചെയ്യാവൂ. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഏതോ ആരുടെയോ പിന്നാലെ ആരോ പോയത് കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ പണി കിട്ടാൻ സാധ്യത. തീർച്ചയായും ഈ പറയുന്ന ചർച്ചകളിലെല്ലാം നമ്മൾ കണ്ടെത്തുന്നത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളെക്കുറിച്ച്, കോഴ്സുകളെക്കുറിച്ച്, ആ കോഴ്സിൻ്റെ സാധ്യതയെക്കുറിച്ച്, ഇനി വിദേശ പഠനമാണെങ്കിൽ വിദേശത്തുള്ള ഏറ്റവും സാധ്യതയുള്ള യൂണിവേഴ്സിറ്റികളെക്കുറിച്ചെല്ലാം കുട്ടിയും രക്ഷിതാവും നിർബന്ധമായും ആഴത്തിലിറങ്ങി പഠിച്ച് കൃത്യമായ ബോധ്യത്തോടു കൂടി ഒരു സെലക്ഷനിലേക്ക് പോകണം എന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രഭാതം ദിനപത്രത്തിൻ്റെ കരിയർ ക്ലിനിക്ക് എന്നൊരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് എത്രത്തോളം കുട്ടികൾക്ക് അവരുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഉപകരിക്കുന്നുണ്ട് എന്നാണ് സാർ മനസ്സിലാക്കുന്നത്? കരിയർ ക്ലിനിക്ക് എന്നൊരാശയം തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് എന്നാണ്. ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നാട്ടിലൊരു ചടങ്ങ് പോലെ ക്ലബ്ബുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ നാട്ടിലെ രാഷ്ട്രീയ സംഘടനകളോ അവരൊക്കെ ഒരു കരിയർ വിദഗ്ധനെ വിളിച്ചു കൊണ്ടുവരും. അവരൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തും. കുറേ കുട്ടികൾ മിക്കവാറും ഇപ്പോൾ കരിയർ ഗൈഡൻസ് ക്ലാസ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് വരാതിരിക്കുന്നൊരവസ്ഥയുള്ളത്. കാരണം അവർ കേട്ട് മടുത്തു. ഓക്കെ, അപ്പോൾ അതിനൊരു അട്രാക്ഷനായിട്ട് എന്താ ചെയ്യാറുള്ളത്? SSLC പിന്നെ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളും A+ കിട്ടിയ കുട്ടികൾക്ക് ആദരവും കരിയർ ഗൈഡൻസ് ക്ലാസ്സും അല്ലേ സംഭവിക്കാറുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ആ മെമൻറ്റോ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് 2 മണിക്കൂർ കുട്ടികൾ സഹിച്ചിരിക്കും അല്ലേ. എന്താ സംഭവിക്കാറുള്ളത്? 2 മണിക്കൂർ നേരം അല്പം മോട്ടിവേഷൻ, അതോടൊപ്പം കുറേ കോഴ്സുകളെക്കുറിച്ചുള്ള ധാരണ, ഏതൊക്കെയോ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും മറ്റൊക്കെ അങ്ങനെ ചർവിത ചർവണങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ കേൾക്കാറുള്ളൂ. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് കുട്ടിക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അവിടെയാണ് കരിയർ ക്ലിനിക്കിൻ്റെ ഇമ്പോർട്ടൻസ്. ഞാൻ ട്രെൻഡിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ കരിയർ ക്ലിനിക്ക് എന്നൊരു ആശയം ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ക്ലിനിക്ക് എന്നുള്ള ആ വാക്കിൽ തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു കരിയർ എക്സ്പേർട്ടുമായി, ഒരു കരിയർ കൗൺസിലറുമായിട്ട് കുട്ടിക്കും രക്ഷിതാവിനും നേരിട്ട് സംവദിക്കാൻ. നേരത്തെ മാസ് ഓഡിയൻസിനോട് ഒരു കരിയർ ഗൈഡ് പ്രസംഗിക്കുന്നതല്ല, പകരം കരിയർ ക്ലിനിക്കിൽ ആ കരിയർ എക്സ്പേർട്ടിനോട് നേരിട്ട് സംവദിക്കാനുള്ള അവസരമാണ് സുപ്രഭാതം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കരിയർ ക്ലിനിക്കിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു, സുപ്രഭാതത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പല ഗ്രൂപ്പുകളിലൂടെയും അതിൻ്റെ ഇൻഫർമേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് 20 സെൻറ്ററുകളായിട്ടല്ലേ, അതെ, 20 കേന്ദ്രങ്ങളിലായിട്ടാണ് കേരളത്തിൽ 6 ജില്ലകളായിട്ട് നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 6 ജില്ലകളായിട്ട് 20 കേന്ദ്രങ്ങളായിട്ട് കുട്ടികൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കഴിയും. അവിടെ തന്നെ ഒരു കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏകദേശം 20ഓളം മെൻറ്റേഴ്സുമായി അല്ലെങ്കിൽ എക്സ്പേർട്ടുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള കഴിവ്, ആ ഒരു അവസരമാണ് കിട്ടുന്നത്. കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ മക്കൾ നേരിട്ട് പോയിട്ട് ആ ഒരു കരിയർ കൗൺസിലേഴ്സുമായിട്ട് അല്ലെങ്കിൽ കരിയർ എക്സ്പേർട്ടുമായിട്ട് സംവദിക്കുന്നതിൻ്റെ പുറമെ നിർബന്ധമായിട്ട് നിങ്ങൾ രക്ഷിതാവിനെ കൂട്ടണം. എന്നിട്ട് ആ രക്ഷിതാവും കൂടെ ആ ഒരു കരിയർ ക്ലിനിക്കിലേക്ക് എത്തിയതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന 10-20 മെൻറ്റേഴ്സ് അല്ലെങ്കിൽ കരിയർ എക്സ്പേർട്സ് എന്ന് പറയുന്നത് പല മേഖലകളിൽ എക്സ്പേർട്സ് ആയിരിക്കും. അതെ അല്ലേ?
അപ്പോൾ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ലാതെ, ധാരണയില്ലാതെ 10ാം തരം കഴിഞ്ഞൊരു കുട്ടി അല്ലെങ്കിൽ +2 കഴിഞ്ഞൊരു കുട്ടി, കാരണം നമ്മൾ കരിയർ ക്ലിനിക്കിൻ്റെ ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് May 25 മുതൽ, കറക്റ്റ് അല്ലേ? യെസ്, 25 മുതലും അതേപോലെ തന്നെ ആ ജൂൺ ആദ്യവാരം വരെ നീണ്ടു നിൽക്കുന്ന രൂപത്തിലാണ്. വളരെ ആപ്റ്റ് ടൈമാണ്. കാരണം റിസൾട്ട് വരുന്നു. കാരണം SSLC റിസൾട്ട് 15-ാം തീയതി പ്രതീക്ഷിക്കുകയാണ്. 22-ാം തീയതിയോടുകൂടി +2 റിസൾട്ട് വരാൻ സാധ്യത. അപ്പോൾ അതിനുശേഷമുള്ള തൊട്ടടുത്ത ദിവസങ്ങളാണ് നടക്കാൻ പോകുന്നത്. പലപ്പോഴും ഒരു പക്ഷേ കൃത്യമായ ധാരണയില്ലാതെ, പ്ലാൻ ഇല്ലാതെ നിൽക്കുന്ന ഈ കുട്ടി രക്ഷിതാവിനോടൊപ്പം കരിയർ ക്ലിനിക്കിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ എക്സ്പേർട്സുമായിട്ട് മീറ്റ് ചെയ്യാൻ കഴിയുന്നു. കുട്ടി പലതരത്തിലുള്ള ക്ലിനിക്കിലൂടെ അല്ലെങ്കിൽ ആ ഒരു കൗൺസിലേഴ്സിന് മുമ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് എല്ലാ 20 ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടിയുടെ മുമ്പിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ. ആ ധാരണ വെച്ചുകൊണ്ട് എനിക്ക് പറ്റുന്നതാണോ, ഫോർ എക്സാമ്പിൾ എൻട്രൻസ് കോച്ചിങ് മേഖല, നീറ്റ് അല്ലെങ്കിൽ JEE കോച്ചിങ്, അല്ലെങ്കിൽ ഏവിയേഷൻ സ്റ്റഡി, ഇനി അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ കൊമേഴ്സിലെ വിവിധ മേഖലകൾ, അതൊക്കെ കുട്ടി നേരിട്ട് അവരുമായിട്ട് സംവദിച്ചുകൊണ്ട് എനിക്ക് പറ്റുന്നതാണോ എന്ന് മനസ്സിലാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സെൽഫ് അനാലിസിസ് നടത്തി, ഒരു അസസ്മെൻറ്റ് നടത്തി, വ്യക്തമായി ഒരു പ്ലാനോട് കൂടിയിട്ട് ആ ക്ലിനിക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കഴിയട്ടെ ഈ സുപ്രഭാതത്തിൻ്റെ കരിയർ ക്ലിനിക്ക് എന്നാണ് ആശംസിക്കാനുള്ളത്. തീർച്ചയായും പ്രിയപ്പെട്ട SK ബഷീർ സാർ, അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ശ്രദ്ധേയമായ ഇടപെടലുകൾ, പ്രത്യേകിച്ച് ട്രെൻഡിൻ്റെ നാഷണൽ ഫെലോ ഉൾപ്പെടെ മേഖലകളിൽ പ്രവർത്തിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ഗൈഡൻസ് നൽകുന്ന പ്രിയപ്പെട്ട സാറിനെ നമുക്ക് ഇന്നത്തെ അതിഥിയായി ലഭിച്ചതിൽ വലിയ സന്തോഷം. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട SK ബഷീർ സാറിന് സമസ്ത ലേണിങ്ങിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. താങ്ക് യു.